കബീർ പന്നമ്മയുടെ വേർപാട് വലിയ രീതിയിലാണ് മലയാളക്കരയെ വേദനിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ വേർപാട് സിനിമയിലെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന വൈകാരികമായ നഷ്ടം വലുതാണ്. സിനിമയിൽ 6 പതിറ്റാണ്ടിന്റെ അനുഭവ പരിചയമുള്ള കബീർ പന്നമ്മയ്ക്ക് ഏറ്റവും പുതിയ തലമുറ താരങ്ങളുമായി പോലും ഹൃദയബന്ധം ഉണ്ടായിരുന്നു. കളമശ്ശേരി ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ബിഗ് സ്ക്രീനിലെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ മലയാള സിനിമയിലെ പ്രമുഖരുടെ നിര തന്നെ എത്തി. ആന്റണി പെരുമ്പാർ, എൻ.എം. ബാദുഷാ, കുഞ്ചൻ, സിദ്ദിഖ്, ജയൻ ചേർത്തല, രമേഷ് പിഷാരടി, ബി ഉണ്ണികൃഷ്ണൻ, ബാബു ആന്റണി, രവീന്ദ്രൻ, രഞ്ജി പണിക്കർ, മനോജ് കെ ജയൻ തുടങ്ങിയവരൊക്കെ കളമശ്ശേരി ടൗൺ ഹാളിലെത്തി. ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ടായിരുന്നു കബീർ പന്നമ്മയുടെ വിയോഗം. 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മെയ് മാസത്തിൽ അർബുദം സ്ഥിരീകരിച്ചിരുന്നു. അപ്പോഴേക്കും രോഗം 4ാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. സെപ്റ്റംബർ 3-ന് തുടർ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അമ്മവേഷമാണ് കബീർ പന്നമ്മയെ മലയാള സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയാക്കിയത്. 20ാം വയസ്സിൽ തന്നെ സത്യന്റെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് കബീർ പന്നമ്മ. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു. KPSC നാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു തുടക്കം. 1962 മുതൽ സിനിമയിൽ സജീവമായി. ശ്രീരാമ പട്ടാഭിഷേകം ആയിരുന്നു ആദ്യ സിനിമ. 1964-ൽ കുടുംബിനി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. 4 തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. നിരവധി സിനിമകളിൽ ഗായികയായും തിളങ്ങിയിരുന്നു. തിരുവല്ലക്കടത്ത് കവിയൂരിൽ TP ദാമോദരന്റെയും ഗൗരിയുടെയും മൂത്ത മകളായാണ് ജനിച്ചത്. നടി കവിയൂർ രേണുക ഉൾപ്പെടെ 6 സഹോദരങ്ങളുണ്ട്. കബീർ പന്നമ്മയെക്കുറിച്ച് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് സിനിമയിലുള്ള എല്ലാവർക്കും. അങ്ങനെ അവസാന കാലഘട്ടത്തിൽ നിരവധി പേരാണ് കബീർ പന്നമ്മയെ കാണാനായി എത്തിയതും. അതിൽ ഒരാളായിരുന്നു ബൈജു പങ്കുവച്ച ചിത്രം പ്രേക്ഷകർ ഏവരും സ്വീകരിച്ച ഒന്നായിരുന്നു. 1987-ലാണ് ഞാൻ ആദ്യമായി പന്നമ്മ ചേച്ചിയോടൊപ്പം അഭിനയിക്കുന്നത്. തുടർന്ന് കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഈ അടുത്ത കാലത്ത് ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഞാനും ജഗദീഷ് ചേട്ടനും ഒരുമിച്ചാണ് വീട്ടിൽ പോയത്. അന്ന് ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ചു സമയം പന്നമ്മ ചേച്ചിയോടൊപ്പം ചിലവഴിച്ചു. ഞാൻ ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത്. ഏകദേശം 5 മില്യൺ ആളുകളാണ് അത് കണ്ടത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പ്രേക്ഷകർക്ക് ചേച്ചിയോടുള്ള സ്നേഹം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നത്. സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും സ്നേഹസമ്പന്നയായ ഒരു അമ്മ തന്നെയായിരുന്നു കബീർ പന്നമ്മ. ഒരുപാട് കഷ്ടപ്പെടാതെ മരിച്ചു. ദുഃഖത്തോടു കൂടിയാണെങ്കിലും കഷ്ടപ്പെടാതെ മരിച്ചല്ലോ, അത് മതി. സെറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കുമായിരുന്നു എന്നും ബൈജു ഈ അവസരത്തിൽ പറയുന്നുണ്ട്.